Hello everyone, welcome back to Xylem Learning. It's me, Jamshad. Yes, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കൂടിയാണ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ അപ്രീസിയേഷൻ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ക്രിസ്മസ് എക്സാമിനുള്ള ഈ ഒരു സിലബസിൽ നിന്നുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് അപ്രീസിയേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. സോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതിന്റെ ഓതർ പേര് ഫിൽ കോളിൻസ് എന്നാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾ പരിചയമുണ്ടായിരിക്കും. ഏതായാലും നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു, നിങ്ങളുടെ SSLC ഫ്രണ്ട്സിന് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അവർക്ക് ഉപകാരപ്പെടട്ടെ, സെറ്റ് ആവട്ടെ, പവർ ആവട്ടെ. ഡീറ്റെയിൽഡ് അപ്രീസിയേഷൻ ആണ്. നമുക്ക് നോക്കാം. കുറഞ്ഞ ഒരു ആക്ച്വലി ഒരു 3 സ്ലൈഡിൽ ഇതിന്റെ 4 സ്ലൈഡിൽ ഇതിന്റെ അപ്രീസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് നോക്കാം, സെറ്റ് ആക്കാം, പവർ ആക്കാം. The Another Day in Paradise. The poem ഒരു ഹെഡിങ് ഇങ്ങനെ എഴുതി കൊടുക്കുക. Another Day in Paradise എന്നുള്ള ഒരു ഹെഡിങ് എഴുതി കൊടുക്കുക. എന്നിട്ട് The poem Another Day in Paradise by Phil Collins. Important. ഓതർ പേര് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കുക. ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും ഏതൊരു പോം ആണെങ്കിലും അതിന്റെ ഓതർ പേര് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കുക. ഫിൽ കോളിൻസ് എന്ന് എഴുതി കൊടുക്കുക. ഡീൽസ് വിത്ത് ദ തീം ഓഫ് പോവർട്ടി. അതിന്റെ തീം ഫസ്റ്റിൽ പറയാം. ആദ്യം തന്നെ തീം എന്താണ്? പോവർട്ടി, ദാരിദ്ര്യം. ആൻഡ് സോഷ്യൽ ഇൻഡിഫറൻസ്, സാമൂഹിക അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന താഴെ തട്ടിലുള്ള ആൾക്കാർ, മുകളിൽ തട്ട്, അങ്ങനെ തട്ട് വയസ്സായിട്ടുള്ള അങ്ങനെ ഡിഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഇറ്റ് ഷോസ് ദ മിസറബിൾ കണ്ടീഷൻ ഓഫ് ദ ഹോംലെസ്. വീടില്ലാത്തവരുടെ ദുരിതം. മിസറബിൾ മീൻസ് ദുരിതപരമായിട്ടുള്ള അവസ്ഥ. ആൻഡ് കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റിച്ച് ടുവേർഡ്സ് ദം. അവരോട്, പണക്കാർക്ക് അവരോടുള്ള കെയർലെസ് ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ. ആ ഒരു സ്ത്രീ പിന്നെ താമസിക്കാൻ ഒരു സ്ഥലം തരുമോ, അല്ലെങ്കിൽ അതിലൊരു വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റേ ആ സാർ എന്താക്കി, മൈൻഡ് കൂടി ചെയ്യാതെ എന്തായി പോയി, നടന്നു പോയി, വിസിലടിച്ച് നടന്നു പോയി, പ്രിറ്റൻഡ് ചെയ്തു അല്ലേ, കേൾക്കാത്ത പോലെ പ്രിറ്റൻഡ് ചെയ്തു പോയതാണ്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ലൈഫ് ഓഫ് കംഫർട്ട് ആൻഡ് ദ ലൈഫ് ഓഫ് സഫറിങ്. ഇതിന്റെ സെൻട്രൽ ഐഡിയ എന്താടാ? അതായത് പാവപ്പെട്ടവന്റെയും, അതായത് ഒന്നുമില്ലാത്തവന്റെയും, അതുപോലെ തന്നെ കംഫർട്ട് ലൈഫിൽ ജീവിക്കുന്നവന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അല്ലെ. കംഫർട്ട് ലൈഫ്, നമ്മളൊക്കെ കംഫർട്ട് ലൈഫിലല്ലേ, കവി പറയുന്നുണ്ട് അല്ലെ, നമ്മളൊക്കെ കംഫർട്ട് ലൈഫിലാണ്. കാരണം പാവപ്പെട്ടവനോട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഭയങ്കര സ്വർഗത്തിലാണെന്നാണ് പറയുന്നത്. അതാണ് പാരഡൈസ് എന്നുള്ള വേർഡ് നമുക്ക് വരുന്നുണ്ട്. എന്താ നോക്കാം. ഇനി പറയാണ്, ദ പോം ബിഗിൻസ് വിത്ത് എ ഹോംലെസ് വുമൺ ആസ്കിങ് എ മാൻ ഫോർ ഹെൽപ്പ്. കവിതയിലേക്ക് വന്നേ. ആ പോം തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടില്ലാത്ത ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഒരാളോട് സഹായം ചോദിക്കുകയാണ്. ഷി ഹാസ് നോ പ്ലേസ് ടു സ്റ്റേ. അവൾക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. ആൻഡ് ഈസ് സഫറിങ് ഇൻ ദ കോൾഡ്. ആ തണുപ്പത്ത് ഇങ്ങനെ പിന്നെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ മാൻ ഇഗ്നോർസ് ഹെർ ആൻഡ് വാക്സ് അവേ. അയാൾ എന്താക്കുന്നു, അതിലൂടെ നടന്നു പോയ അയാളോട് ചോദിച്ചാണ്, പക്ഷെ അയാള് ഇഗ്നോർ ചെയ്യുന്നു, അവഗണിക്കുന്നു. എന്നിട്ട് അയാൾ നടന്നു പോവുകയാണ്. പ്രിറ്റൻഡിങ് നോട്ട് ടു ഹിയർ. കേൾക്കുന്നില്ല നടിച്ചുകൊണ്ട്, അയാൾ കേൾക്കുന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നു പോകണം. ദീസ് ഷോസ് ദ ലാക്ക് ഓഫ് കമ്പാഷൻ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ഒരു അനുകമ്പ, ഒരാളോടും ഒരു ഹ്യൂമാനിറ്റി ഇല്ല എന്ന് നമ്മൾക്ക് കാണിച്ചു തരാണ് ആ ഒരു കവി ഈ ഒരു സീനിലൂടെ. ദ പോയറ്റ് റിപ്പീറ്റഡ്ലി റിമൈൻഡ്സ് us, നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ഈ കവിതയിൽ എത്രയോ തവണ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, തിങ്ക് ട്വൈസ്, 2 തവണ ചിന്തിക്കുക. ബിക്കോസ് വൈൽ വി ലിവ് ഇൻ കംഫോർട്ട്, നമ്മൾ വളരെ കംഫർട്ട് ആയിട്ടുള്ള ലൈഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് ടു സർവൈവ്. മറ്റുള്ളവര് സർവൈവ് ചെയ്യാൻ, ജീവിച്ചു പോവാൻ വേണ്ടി തന്നെ കഷ്ടപ്പെടുകയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കവി. ഓക്കെ, എന്നിട്ടോ ഇതാണ് നമ്മുടെ മെയിൻ കവിത. എന്നിട്ട് അതിലുള്ള പോയറ്റിക് ഡിവൈസസ്, മെയിൻ ആയിട്ട് ഒരു അപ്രീസിയേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പോയറ്റിക് ഡിവൈസ് ആണ്. എസ്പെഷ്യലി ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ കോണ്ടന്റ് ഇല്ല. കൂടുതലുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണ്, ഇതിലെ പോയറ്റിക് ഡിവൈസ് ആണ്. കാരണം ഒരു കുഞ്ഞു പോയമാണ്. കാരണം പോയത്തിന്റെ ലെങ്ത് വളരെ ഉണ്ടെങ്കിലും സെയിം സാധനം റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. ദ പോയറ്റ് യൂസസ് സ്ട്രോങ് ഇമേജസ് സച്ചസ്. എന്തൊക്കെ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് 2 ഇമേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കോ. ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹർ ഫീറ്റ്. അവൻ കാലിന്റെ അടിയിലുള്ള ആ ഒരു പൊട്ട്. അതുപോലെ തന്നെ ലൈൻസ് ഓൺ ഹർ ഫേസ്. മുഖത്തുള്ള ആ ഒരു ആ ഒരു മുഖത്തുള്ള വരകൾ അല്ലേ, അത് നമ്മൾ എന്താക്കുന്നുണ്ട്, ആ പെയിനും ഹാർഡ്ഷിപ്പ് ഒക്കെ നമുക്ക് കാണുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇമേജ് ഒക്കെ നമ്മുടെ സിമ്പതിയും, റീഡറുടെ മൈൻഡിൽ ഒരു സിമ്പതി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ. സെവറൽ പോയറ്റിക് ഡിവൈസസ് മേക്ക് ദ പോം പവർഫുൾ. പല പോയറ്റിക് ഡിവൈസും യൂസ് ചെയ്തിട്ടുണ്ട്, അത് പവർഫുൾ ആക്കി മാറ്റുന്നുണ്ട്. റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, തിങ്ക് ട്വൈസ് എന്നുള്ളത്. അതുപോലെ തന്നെ സ്ട്രെസ് ചെയ്ത് എന്തിനാ വെച്ചാൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി, നമ്മളൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇമേജറീസ് തരുന്ന സമയത്ത് നമുക്കൊരു ആ ഒരു കഷ്ടത നമുക്ക് കാണിച്ചു തരാണ് അല്ലേ.
അനഫോറ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിലെ ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങിലെ ലൈന്, അതായത് ഒരു ലൈന് വീണ്ടും ആ ലൈന് കംപ്ലീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് അനഫോറ. അതിനൊരു റിതം കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ആ പാട്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ പാടല്ലോ അല്ലേ, അതാണ് കോൾഡ് അനഫോറ. ഐറൺ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൈറ്റിൽ അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ഐറൺ യൂസ് ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട സ്ത്രീയുടെയും അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ പാരഡൈസിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, പാരഡൈസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, പിന്നെ നമ്മളൊക്കെ പാരഡൈസിലാണെന്ന് പറയും, നമ്മളൊക്കെ സ്വർഗത്തിലാണ്, സ്വർഗീയ ലൈഫാണ്. അങ്ങനെ അതിന്റെ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ മേക്സ് തീം വെരി സ്ട്രോങ്. പാവപ്പെട്ടവന്റെയും അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെയും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇനി ലാസ്റ്റേക്ക് അതിന്റെ ആ ഒരു കൺക്ലൂഷൻ നമുക്ക് വരികയാണ്. അതിനു മുമ്പ് ഒറ്റ കാര്യം, നിങ്ങൾ നമ്മുടെ അസ്ട്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഫൈനൽ, ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ആണ്, ദ മെസ്സേജ് ഈസ് ഡീപ്പ്. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, ടഫ് വേർഡ് ഒന്നുമില്ല. ആകെ ഒരു ബ്ലിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേർഡേ ഉള്ളൂ, എംബറേസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. മെസ്സേജ് ഭയങ്കര ഡീപ്പ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആണ്, ചിന്തിപ്പിക്കുന്ന മെസ്സേജ് ആണുള്ളത്. ദ പോം അപ്പീൽസ് ടു അവർ കോൺഷ്യസ്നെസ്, നമ്മുടെ മൈൻഡിനെ എന്താക്കുന്നു, ഉണർത്തുന്നു. ആൻഡ് urges us to be kind and compassionate to the less fortunate. അതായത് ഇങ്ങനെ ഭാഗ്യമില്ലാത്ത ആൾക്കാരെ, വീടില്ലാത്ത ആൾക്കാരോടൊക്കെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് ഒരു മൈൻഡ് വരുന്നൊക്കെ പറയുന്നത്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ the poem is touching reminder that while we live in paradise many around us live in pain. ചുരുക്കത്തിൽ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് തൊട്ടുണർത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഉണർത്തുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളൊക്കെ ശരിക്കും പാരഡൈസിലാണ്, സ്വർഗത്തിലാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ എന്താണ്, കഷ്ടതയിലുള്ള ആൾക്കാരെ നമ്മൾ എന്താക്കാണ്, സഹായിക്കണം എന്ന് പറയാണ്. ഇറ്റ് കോൾസ് us to think, നമ്മളോട് വിളിച്ച് പറയാണ്, തിങ്ക്, ചിന്തിക്ക്, ഫീൽ, ഒന്ന് അനുഭവിക്കുക, ആൻഡ് ആക്ട് വിത്ത് ഹ്യൂമാനിറ്റി, മനുഷ്യത്തെ കൊണ്ടൊന്ന് പ്രവർത്തിക്കുക എന്ന് പറയുകയാണ്. സോ നിങ്ങളുടെ SSLC ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അപ്രീസിയേഷൻ മാത്രമല്ല, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിന്റെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കമന്റ് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. താങ്ക് യു, ബൈ.